മൂന്ന് അപ്ഡേറ്റ് ആണ് പറയാനുള്ളത്. കങ്കുവ, മഞ്ഞുമൽ ബോയ്സ്, പിന്നെ നമ്മുടെ ബിജുമേനോൻ ആസിഫ് അലി ടീമിന്റെ തലവൻ എന്ന് പറഞ്ഞുള്ള സിനിമ ഷടപ് ഡേ എന്ന് പറയുന്നു, ഷടപ് ഡേ എന്ന് പോകുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് മഞ്ഞുമൽ ബോയ്സ് നോക്കാം. വലിയൊരു അപ്ഡേറ്റ്, നല്ലൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ. മഞ്ഞുമൽ ബോയ്സ്. കുറെ ആൾക്കാർ ഒരു ഗേറ്റുമ്പോൾ തൂങ്ങി പിടിച്ചിരിക്കുന്ന സംഭവമാണ്. 1 2 3 4 5 6 7 8 9 10 പത്തുമ്മൽ ബോയ്സ് ആണ്. നമ്മൾ ഈ പണ്ട് ക്ലാസ്മേറ്റിലെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു പരിപാടി. ഒരു ഗേറ്റുമ്പോൾ കുറെ എണ്ണം തൂങ്ങി പിടിച്ചിരിക്കുന്ന നല്ല രസമുള്ള ഒരു സംഭവം. എന്തായാലും ഇത് നല്ല പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് പറയുന്ന പോലെ യുവാക്കൾക്ക് ഭയങ്കര അധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര കണക്ട് ആവുന്ന തരത്തിലൊരു പറവയൊക്കെ സിനിമ ഉണ്ടല്ലോ. പറവയാണല്ലോ, പറവ ക്രിയേഷൻസ് ആണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു പ്രതീക്ഷ ഉണ്ട്. എന്തായാലും ഇതിന്റെ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഫെബ്രുവരിയിൽ വരും എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അത് ഒരു പക്ഷേ മാറ്റുമോ എന്നുള്ളൊരു സംശയം എയറിലുണ്ടായിരുന്നു. എന്നാൽ ഇൻ സിനിമാസ് ഫെബ്രുവരി എന്നുള്ളത് ഇവര് കൺഫേം ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 2024 ഡേറ്റ് ഇപ്പോഴും കൺഫേം അല്ല, അതുകൊണ്ട് അവർ പറഞ്ഞിട്ടില്ല. സോ അതാണ് മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്. രണ്ടാമത്തത് തലവൻ എന്ന് പറയുന്ന സിനിമ. ബിജു മേനോൻ, ആസിഫ് അലി നായകന്മാരായിട്ട് വരുന്ന സിനിമയാണ്. അതിന്റെ ഒഫീഷ്യൽ ടീസർ നാളെ 6 മണിക്ക് വരും എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. മുഖം വ്യക്തമാകാത്ത രീതിയിൽ, എന്നാൽ നമുക്ക് മനസ്സിലാവും ഇത് ഒരാള് ആസിഫ് അലിയും ഒരാള് ബിജു മേനോനും. രണ്ടുപേരും പോലീസുകാരാണ്. 3 സ്റ്റാർ. ബിജു മേനോന് 3 സ്റ്റാർ, ആസിഫ് അലിക്ക് 2 സ്റ്റാർ. ഇതപ്പോ CISI അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. ഏതാണ് പോസ്റ്റ് ഒന്നും അറിയില്ല. എന്തായാലും ജിസ് ജോയ് മൂവി എന്നുള്ളതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. പുള്ളിക്കാരൻ ഇത്തരത്തിലൊരു ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഒരു പക്ഷേ ഇതന്നെ ആയിരിക്കാം അത്. മൂപ്പരെ ഒരു സ്ഥിരം ഫീൽ ഗുഡ് മൂവിയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു ജോണറിലേക്ക് കയറുന്നൊക്കെ പറയുന്നു. കയറുമ്പോൾ എന്താവും നമുക്കൊരു പിടുത്തമല്ല. അത് നാളെ ടീസർ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. ഇനിയിപ്പോൾ അത് ഒരു ഫീൽ ഗുഡ് സംഭവം തന്നെയാണോ, അതോ കോമഡി ഓറിയന്റഡ് സംഭവമാണോ, അതോ സീരിയസ് ആണോ, ത്രില്ലർ ആണോ എന്നൊക്കെ നാളെ 6 മണിക്ക് അറിയാം. ഇനി പറയാനുള്ള അപ്ഡേറ്റ് ആണ് മെയിൻ അപ്ഡേറ്റ്. ഈ അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തു തന്നെ. കൂട്ടത്തിൽ ഈ 2 സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. വേറൊന്നുമല്ല, കങ്കുവ. കങ്കുവയുടെ ഒരു എന്താ പറയാ പോസ്റ്റ് ഷൂട്ടിംഗ് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ട് സൂര്യ, നടിപ്പിൻ നായകൻ സൂര്യ തന്നെ ഒരു ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടിന്റെ ഇടയിൽ ഒരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ലുക്ക് ചെറുക്കേണ്ടതെന്ന് അറിയോ? ശരിക്കും ദി മോസ്റ്റ് ഹാൻസം എന്ന് പറയാം. അത്രയും ഭംഗിയുള്ള ഒരു സാധനം. നമുക്ക് എന്താ പറയുക, ഞാനിത് എടുത്ത് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രസന്റ് ലുക്ക് എന്ന് പറഞ്ഞ ലുക്ക് എന്തിരുന്നല്ലോ. കങ്കുവിന്റെ ലുക്ക് കൊടൂർ ലുക്ക്. പ്രസന്റ് ലുക്ക് എന്ന് പറഞ്ഞ ഒരു ലുക്ക് എന്നത് ആ മുകളിൽ ഒരു നീല പരിപാടിയില് സംഭവം മനസ്സിലായില്ലേ? അപ്പൊ ആ സംഭവം ആ മേലത്തെ ലുക്ക് കണ്ടപ്പോൾ കറക്റ്റ് 24 സിനിമയിലെ ആ ഒരു ലുക്കുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തോന്നിയിരുന്നു. അതായത് എന്റെ വാച്ചിന് വേണ്ടി ഞാൻ വരുന്നു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നിൽക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ. കുറെ ആളുകൾ അത് കമന്റ് ചെയ്തിരുന്നു. ഞാൻ റിവ്യൂ ആയിട്ടത് ചെയ്തപ്പോഴും എന്താ റിയാക്ഷൻ ചെയ്തപ്പോഴും അത് കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 24 ഫീൽ ചെയ്തു എന്നുള്ളത്. പക്ഷെ 24 അല്ല ഇത്. ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു ലുക്ക്. ഇത് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട്. ഹെയർ ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സംഭവം തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹെയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തിരിക്കണോ അതോ ഇനി റെഡോ അങ്ങനെ എന്തെങ്കിലും കളർ ചെയ്തിരിക്കണോ എന്ന് അറിയില്ല. വൈറ്റ് തന്നെ ആയിരിക്കും. കാരണം മറ്റേ ലുക്കിൽ നമുക്ക് പ്രസന്റ് ലുക്ക് എന്ന് പറഞ്ഞൊരു കളർ ഫോട്ടോ തന്നിട്ടുണ്ടല്ലോ, അതിൽ അങ്ങനെ ഒന്നും നോട്ടീസ് ചെയ്ത ഓർമ്മയില്ല. എന്തായാലും ലുക്ക് വൈസ് ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളിക്കാരൻ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. അത് കയ്യിൽ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ്, കയ്യിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സും അതിലുള്ള പച്ചുത്തിയതൊക്കെ. ഇത് ജസ്റ്റ് ഒരു കോട്ടയൊക്കെ ഇട്ട് പുള്ളിക്കാരൻ വെറുതെ നോക്കി നിൽക്കുന്ന സാധനമേ ഉള്ളൂ. ഒരു ഭയങ്കര എന്താ പറയാ, സിനിമയുടെ ഫോട്ടോഷൂട്ടാണെന്ന് തോന്നുന്നു. അത്ര ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമായിട്ട്. താടിയാണെങ്കിലും താടി ഏറെക്കുറെ നമ്മുടെ റോളക്സിന്റെ താടി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. റോളക്സിന്റെ താടി ഒരു വല്ലാത്ത താടിയാണ്, പക്ഷെ ജസ്റ്റ് അതുപോലെ ഇങ്ങനെ കുറഞ്ഞിട്ട് ഈ കുസൻ താടി കുറച്ച് ഇറക്കി വെച്ചിട്ട് ഒരു പരിപാടി. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടിട്ട്. എന്തായാലും മുടി ഈ സൈഡിലേക്ക് ഇങ്ങനെ നല്ല ലെങ്ത്തിൽ ഇട്ടിട്ട് സൈഡൊക്കെ എടുത്തിട്ട് ഭയങ്കര കിഡിലാണ് സാധനം. അതെന്തായാലും പറയാൻ ഇല്ല. അപ്പോ പോസ്റ്റ് ഷൂട്ടിംഗ് ഫോട്ടോഷൂട്ട് കങ്കുവ, ഫോട്ടോഗ്രാഫി ബൈ അവിഗോ വരികർ. താങ്ക് യു ചീഫ്, റിയലി എൻജോയ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകളെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതിന് താഴെ വന്നതിന് കമന്റ് ഒക്കെ തന്നെയാണ് മോസ്റ്റ് ഹാൻസം, വെരി ഹാൻസം, ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങൾ. പിന്നെ കങ്കുവ ഡയലോഗ്. അങ്ങനെ ആളുകൾ എൻജോയ് ചെയ്ത് തുടങ്ങി. ജസ്റ്റ് ഒരു ഫോട്ടോ തന്നെ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. എന്തായാലും കങ്കുവ ഭയങ്കര സംഭവമാണോ അല്ലയോ അത് പറയാനല്ല ചെയ്തത്. ബട്ട് ലുക്ക് വൈസ് ഒരു രക്ഷയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു കങ്കുവിന്റെ ലുക്ക് ഭയങ്കരമാണ്. അത് കൊടൂരം എന്നുള്ള സാധനം തന്നെയായിരുന്നു. പക്ഷെ പ്രസന്റ് ലുക്ക്
അത്ര ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. അതെന്താ വെച്ചാൽ നമുക്ക് ഈ 24 നമ്മൾ കണ്ട സെയിം സംഭവം, പ്രത്യേകിച്ച് മേക്ക് ഓവറോ ഒന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ ഇവിടെ കാണുമ്പോൾ ശരിക്കും എന്താ പറയാ മനോഹരമായിരിക്കും, ശരിക്കും ഹാൻസം എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അത്ര രസമായിട്ടുള്ള ഒരു ലുക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഭയങ്കര എന്ത് സുന്ദരനാണെന്ന് പറയാൻ തോന്നുന്നു. ആണുങ്ങൾക്ക് തന്നെ മേ ബി ഫീൽ ജലസ്. അത്തരത്തിലൊരു ലുക്ക് എന്തായാലും കൊള്ളാം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് അപ്ഡേറ്റ് പറയാനുള്ളത്. ഇത് എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആളുകൾ ഈ സാധനം വന്നപ്പോ തന്നെ, വന്നിട്ട് ഇപ്പൊ 1 മണിക്കൂറായി, വന്നപ്പോൾ ഇതിൽ പറയുന്നുണ്ട് കങ്കുവിന്റെ ലുക്ക് വന്നു, കങ്കുവിന്റെ ലുക്ക് വന്നു. അപ്പൊ ഞാനും വളരെയധികം പ്രതീക്ഷ എടുത്തപ്പോൾ എന്താ ഇങ്ങനെ ഒരു ലുക്ക് എന്ന് പറഞ്ഞ് നോക്കിയതാണ്. അപ്പോൾ പോസ്റ്റ് ഫോട്ടോഷൂട്ടിന്റെ ചെറിയൊരു സംഭവം പുള്ളിക്കാരൻ എടുത്തിട്ടാണ്. അത് കങ്കു എന്ന് പറഞ്ഞ പേജിലടക്കം സ്റ്റുഡിയോ ഗ്രീൻ, അതുപോലെ ഈ സൂര്യ, പിന്നെ ഈ അബിഗോ വരികെ എന്ന് പറഞ്ഞിട്ടില്ല ഈ എടുത്തിട്ടുള്ള ആള്, പുള്ളിക്കാരന്റെ പോസ്റ്റ്, അങ്ങനെ കുറെ ആളുകൾ ഇത് സംഭവം അപ്പൊ തന്നെ ഇട്ടിട്ടുണ്ട്. സോ കുറെ ആളുകൾ ഇങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് ചെയ്തത്. അപ്പോ കങ്കുവ അപ്ഡേറ്റ് എന്ന് പറയുന്നേക്കാൾ ഉപരി സൂര്യയുടെ ന്യൂ ലുക്ക് എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. അത്ര മനോഹരമായിട്ടുള്ള സംഭവത്തെ ഫീൽ ചെയ്തത്. സോ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തരുന്നത് മറക്കാതെ കമന്റിൽ വരെ. ചടപടെ ചടപടെ കൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുന്നു.